ആര് ഓമനക്കുട്ടിയായിരുന്നോ? ഉത്സവം കഴിഞ്ഞിട്ട് പിന്നെ കണ്ടിട്ടേ ഇല്ലല്ലോ. കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലേ 2 ആഴ്ച ഒഴിച്ചില്ലായിരുന്നു. ഉത്സവത്തിന് അന്ന് നന്നായിട്ട് കിട്ടിയില്ലേ? നാളല്ലേ ഓമനക്കുട്ടിയേട്ടാ ബാക്കിയുള്ളവരുടെ കയ്യിൽ നിന്ന് തല്ല് മേടിച്ച് നടക്കാൻ. ആര് പറഞ്ഞു? ആണ്ടേട്ടൻ പറഞ്ഞു. അതെന്റെ അങ്ങനെ പലതും പറയും. ശരിക്കും ഞാനാണ് എല്ലാവരും അടിച്ച് തറ പറ്റിച്ചത്. 100 അടി കൊടുക്കുമ്പോ 2 അടി കൊള്ളും. അത് നാട്ടു നടപ്പാ. പക്ഷെ അതും പറഞ്ഞ് എന്റെ ചെറിയച്ഛന്റെ മോനായ മൂലംകുറ്റിയിൽ ആന്തക്കുട്ടനെ പരമതണ്ടി നാട്ടിൽ വേറെ പല കാര്യങ്ങളാണ് പറഞ്ഞു നടക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞു. അവരെന്റെ കൈ കിട്ടും. എന്റെ മോൾ അതൊന്നും വിശ്വസിക്കരുത്. ഞാനതൊന്നും വിശ്വസിച്ചിട്ടില്ല. എന്റെ ഓമനക്കുട്ടിയാരനെ എനിക്ക് അറിഞ്ഞൂടെ? അതൊക്കെ ശരിയാ. പിന്നെ നീ എന്തിനാണ് കഴിഞ്ഞ ആഴ്ച അവന്റെ കൂടെ ബൈക്കിൽ കയറി പോയത്? അതിപ്പോ ആണ്ടേട്ടൻ എനിക്ക് അന്യൊന്നും അല്ലല്ലോ. അതും ശരിയാണ്. മുറപ്രകാരം ഞങ്ങൾ 2 പേരും നിനക്ക് മുറച്ചെറുക്കന്മാരാണെങ്കിലും നമ്മൾ തമ്മിലുള്ള കല്യാണം നീ ജനിക്കുന്ന മുന്നേ നമ്മുടെ വീട്ടുകാരെ ഉറപ്പിച്ചതാ. അതെന്തിനെങ്ങനെ ഇടക്കിടക്ക് പറയുന്നേ? എനിക്കറിയുന്ന കാര്യമല്ലേ. പക്ഷേ അവൻ എന്നെ പോലെ അല്ല, ആളത്ര വെടിപ്പല്ല. പ്രശ്നം കിട്ടിയവൻ നിന്നെ വേറെ അവൻ വരുന്നുണ്ട്. ഇനി അവനായിട്ട് ഇവിടെ കൊഞ്ചിക്കൊഴാൻ നിൽക്കണ്ട. അലക്കി കഴിഞ്ഞാൽ മര്യാദക്ക് വീട്ടിൽ പോകണം. അല്ല കുളിക്കുന്നില്ലേ? ഇനി കുളിക്കാൻ നിന്നാ ഇവിടെ ചോരപ്പുഴ ഒഴുകും. പുഴയോ? ചോരത്തോടൊഴുകും. കുളിക്കണില്ലേ? കുളിക്കണില്ലടേ. ഇതെന്താണ് അകിട? എന്തിനാണ് ചേട്ടാ പാവത്തിനെ ഇങ്ങനെ കളിയാക്കുന്നത്? ആര്? അവനോ? പാവം. എടി, നമ്മളെന്താ സംസാരിക്കുന്ന അറിയാൻ വേണ്ടിട്ടേ അവൻ അവിടെ എവിടെയെങ്കിലും ഇരുന്നിട്ട് ഒളിഞ്ഞിരുന്ന് കേൾക്കുന്നുണ്ടാവും. ഒന്ന് പോയാ ചേട്ടാ. ഓമനക്കുട്ടിയേട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ല. നിനക്കറിയാഞ്ഞിട്ട് അവനെ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴേ പെൺകുട്ടികളുടെ കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കിയതിന് അവനെ പുറത്താക്കിയതാ. അല്ല, അവനെന്ത് പറഞ്ഞു? എന്തോ അന്തേട്ടന് തല്ലൂന്നോ കൊല്ലൂന്നോ? അവനാ? എടി, അവനെന്റെ നിഴൽവട്ടം കണ്ടാ മതി പൊടിച്ചു തേടിത്തോടി. തിന്നാൻ തല്ലുകൊള്ളാനല്ലാതെ അവനെ കൊണ്ട് ഒന്നിനും പറ്റില്ല. എന്നാലും ഓമനക്കുട്ടിയേട്ടൻ എന്തൊക്കെയോ സംശയമുണ്ട് നമ്മൾ തമ്മിൽ പ്രേമാണോ? അവൻ ചോദിച്ചിട്ടൊന്നുമില്ല, പക്ഷെ എനിക്കങ്ങനെ തോന്നി. എടി, കാരണവന്മാരങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ടാവും. നമുക്ക് നമ്മുടേതായ ഇഷ്ടങ്ങളില്ലേ? അതൊക്കെ ശരിയാ. പക്ഷെ നമ്മൾ തമ്മിൽ ഇഷ്ടം പറഞ്ഞാ അപ്പൊ അവൻ ചങ്കൂട്ടി ചത്തു. എന്നാ നീ ഒരു കാര്യം ചെയ്യും, നീ അവരെ പോയി കെട്ടി. അയ്യടാ. ഇതാ പറഞ്ഞത്. എടി, ജാതക പ്രകാരം നമ്മൾ തമ്മിൽ കല്യാണം കഴിച്ചാൽ നമ്മുടെ കുടുംബത്തിൽ ഒരു മരണം ഉറപ്പാ. ആ ശാപം അവനായിട്ട് തീർക്കണം, തീർക്കട്ടെ. കുടുംബത്തിന് അങ്ങനെയെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവട്ടെ. ഇനി അവൻ സമ്മതിച്ചില്ലെങ്കിൽ അവനെ കൊന്നിട്ടാണെങ്കിലും ഞാൻ നിന്നെ കിട്ടും. ശാപം തീർന്ന് ഇനി കല്യാണം കഴിക്കാം.